റിയാസ് മൗലവി വധക്കേസിൽ വിധി പറഞ്ഞ ജഡ്ജിക്ക് സ്ഥലം മാറ്റം. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി കെ ബാലകൃഷ്ണനെയാണ് ആലപ്പുഴ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയായി സ്ഥലം മാറ്റിയത്. വിവരങ്ങൾ നൽകാൻ ഷെഫീഖ് നസ്രുള്ള ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ഷെഫീഖ്, എപ്പോഴാണ് ഈ ഉത്തരവ് വന്നിരിക്കുന്നത്? റിയാസ് മൗലവി വധക്കേസിൽ വിധി പ്രസ്താവം നടത്തിയ കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ ബാലകൃഷ്ണനെയാണ് ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നത്. നേരത്തെ തന്നെ ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള നടപടിക്രമമാണ് ഇത് എന്ന വിശദീകരണമാണ് ലഭിക്കുന്നത്. 6 മാസം മുൻപ് ഇത്തരത്തിൽ സ്ഥലം മാറ്റത്തിനു വേണ്ടി അപേക്ഷ നൽകിയിരുന്നു. അതിൻ്റെ ഒരു നടപടിക്രമമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ലഭ്യമാവുന്ന സൂചന. അതോടൊപ്പം എറണാകുളം സ്വദേശിയാണ് കെ ബാലകൃഷ്ണൻ. ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള ഒരു സ്ഥലം മാറ്റമാണ് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. എന്നാൽ റിയാസ് മൗലവി വധക്കേസിൽ വിധി പ്രസ്താവം നടത്തിയത് ഏറെ വിവാദമായിരുന്നു. പ്രോസിക്യൂഷനും അതുപോലെ അന്വേഷണ ഏജൻസിക്കും എതിരെ രൂക്ഷമായ വിമർശനം ആണ് കെ ബാലകൃഷ്ണൻ്റെ വിധി പ്രസ്താവത്തിൽ ഉണ്ടായത്. ഗുരുതരമായ ആരോപണങ്ങൾ അന്വേഷണ സംഘത്തിനെതിരെയും ഉയർത്തിയിരുന്നു. ഗൗരവത്തോടുകൂടിയല്ല അന്വേഷണം നടത്തിയത്, അലംഭാവം കാട്ടി എന്നതടക്കമുള്ള പ്രസ്താവന വിധി പ്രസ്താവത്തിൽ ഉണ്ടായിരുന്നു. 3 പ്രതികളെയും ഒറ്റ വരിയിൽ 3 പേരെയും വിട്ടയക്കുന്നു എന്ന വിധി പ്രസ്താവമാണ് ഉണ്ടായത്. വിശദമായ വിധിപ്പകർപ്പിൽ നിന്നാണ് പിന്നീട് തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷനും അതുപോലെ അന്വേഷണ സംഘവും പരാജയപ്പെട്ടു. ഇവർ RSS പ്രവർത്തകരാണ് എന്ന തെളിയിക്കുന്നതിനാവശ്യമായ രേഖകൾ ഹാജരാക്കുന്നതിനും പ്രോസിക്യൂഷന് സാധിച്ചില്ല. അങ്ങനെ സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി ഈ 3 പ്രതികളെയും കോടതി വിട്ടയക്കുകയായിരുന്നു. അന്ന് തന്നെ എല്ലാ തെളിവുകളും ഹാജരാക്കിയതിനു ശേഷമാണ് ഇത്തരത്തിൽ പ്രതികളെ വിട്ടയക്കുന്ന ഒരു നടപടിയിലേക്ക് കോടതി കടന്നത്. കോടതിയുടെ മുമ്പിൽ പരമാവധി എല്ലാ തെളിവുകളും ശാസ്ത്രീയമായ തെളിവുകൾ നിരത്തിയിരുന്നു. പക്ഷേ കോടതിയിൽ നിന്ന് ദൗർഭാഗ്യകരമായ ഒരു വിധിയാണ് ഉണ്ടായത് എന്ന് പ്രോസിക്യൂഷനും പറഞ്ഞു. പ്രോസിക്യൂഷനും വളരെ ഈ സമൂഹത്തിനോട് നല്ല സന്ദേശമല്ല ഈ കോടതി വിധി നൽകുന്നത് എന്നതടക്കമുള്ള പ്രസ്താവനയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നൽകിയിരുന്നു. അങ്ങനെ അന്വേഷണ ഏജൻസിക്കും പ്രോസിക്യൂഷനും തെറ്റുപറ്റിയിട്ടില്ല, കോടതി വിധി ദൗർഭാഗ്യകരമാണ്, അത് സമൂഹത്തിന് നല്ല സന്ദേശമല്ല നൽകുന്നത് എന്നതടക്കമുള്ള ആ രൂപത്തിൽ വലിയ വിവാദം നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കെ ബാലകൃഷ്ണനെ ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഷഫീഖ്, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്ഥലം മാറ്റത്തിന് റിയാസ് മൗലവി വധക്കേസുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവനത്തിന് ബന്ധമുണ്ട് എന്ന സ്വഭാവത്തിലുള്ള പ്രചാരണങ്ങൾ ഒരു ഭാഗത്തുണ്ട്. എന്നാൽ അതിനെ നിഷേധിക്കുന്ന നേരത്തെയുണ്ടായ നടപടിക്രമത്തിൻ്റെ ഭാഗം മാത്രമാണ് ഇപ്പോഴുണ്ടായ ഈ സ്ഥലം മാറ്റം എന്ന ഒരു വിശദീകരണവും ലഭിക്കുന്നുണ്ട്. ഏതായാലും റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളെ വെറുതെ വിട്ട ഈ വിധി നടത്തിയ ജഡ്ജി സ്ഥലം മാറ്റം ലഭിച്ചത് ഏറെ വിവാദമായിട്ടുണ്ട്. നേരത്തെ പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും അതിൻ്റെ ഏജൻസികളും അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും സൂചിപ്പിച്ചിരുന്നത് വിധി പ്രസ്താവം എല്ലാ തെളിവുകളും നൽകിയിട്ടും വിധി പ്രസ്താവിച്ചത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ കോടതികൾ ജഡ്ജിമാർ നിന്ന് നീതിപൂർവമായ ഇടപെടലുകൾ ഉണ്ടാവുന്നില്ല. അതിന് സമാനമായ ഒരു സംഭവമാണ് റിയാസ് മൗലവി വധക്കേസുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും ഉണ്ടായത് എന്ന ഒരു വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ കോടതി അതിൻ്റെ വിധി പ്രസ്താവത്തിൽ വിശദമായ വിധി പ്രസ്താവത്തിൽ രേഖപ്പെടുത്തിയിരുന്നത് അന്വേഷണ ഏജൻസികൾ ഗൗരവത്തിൽ ഇത് കണ്ടില്ല, തെളിവുകൾ ശേഖരിക്കുന്നതിൽ അലംഭാവം കാണിച്ചു, വിരലടയാളങ്ങൾ ശേഖരിക്കുന്നതിലും ജാഗ്രത പുലർത്തിയില്ല. അതോടൊപ്പം തന്നെ ഈ ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തുന്നതിൽ DNA പരിശോധന അടക്കമുള്ള പരിശോധനകൾ നടത്തുന്നതിൽ പ്രതിയുടെ DNA പരിശോധിച്ചില്ല. അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ അന്വേഷണ ഏജൻസികൾക്കെതിരെ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് കോടതി വിധി പ്രസ്താവത്തിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തെളിവുകൾ രേഖപ്പെടുത്തുന്നതിലും അതുപോലെ RSS പ്രവർത്തകരാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ച മോട്ടീവ് തെളിയിക്കുന്നതിലും പ്രോസിക്യൂഷന് പരാജയപ്പെട്ടു എന്ന് വ്യക്തമാക്കിയായിരുന്നു അന്ന് ഈ പ്രതികളെ 3 പേരെയും വെറുതെ വിട്ടത്. എന്നാൽ എല്ലാ തെളിവുകളും ശാസ്ത്രീയമായ തെളിവുകളടക്കം DNA തെളിവുകളടക്കം ഈ പ്രതിയുടെ വസ്ത്രത്തിൽ നിന്ന് റിയാസ് മൗലവിയുടെ രക്തം അടക്കം ഉള്ള തെളിവുകൾ ഹാജരാക്കിയിട്ടും കോടതി പ്രതികളെ വെറുതെ വിട്ടത് സമൂഹത്തിന് നല്ല സന്ദേശമല്ല നൽകുന്നത്, ദൗർഭാഗ്യകരമായ വിധിയാണ് ഉണ്ടായിരിക്കുന്നത്.
പറയുന്നത്. ഇത്തരം വിധി ഗുണകരമല്ല. അക്രമ സംഭവങ്ങൾ കൂടുതൽ പെരുകുന്നതിന് ഇത്തരം വിധികൾ കാരണമാവും. അതോടൊപ്പം തന്നെ ആളുകളെ കൊന്നാലും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നതടക്കമുള്ള വിമർശനങ്ങൾ പ്രോസിക്യൂഷൻ ഉയർത്തിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ വിധി പ്രസ്താവിച്ച കെ ബാലകൃഷ്ണന് സ്ഥലം മാറ്റം ലഭിച്ചത് ഏറെ വിവാദമായിട്ടുണ്ട്. അത് റിയാസ് മൗലവി വധവുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവത്തിനോട് ബന്ധമുണ്ട് എന്ന സ്വഭാവത്തിലുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്.